ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തിരുക്കുറൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം, അതിൻ്റെ രണ്ടാമത്തെ ദിവസമാണിത്. കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ ഒത്തിരിയും അറിവുകൾ നമുക്ക് ലഭിച്ചു. പ്രത്യേകിച്ച് ദൈവസ്തുതി മുതൽ രാജധർമ്മം വരെയുള്ള ഭാഗങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഓരോ കുറളിലും അത് നമുക്ക് തരുന്ന സന്ദേശം വലുതാണ്. വളരെ ചെറിയ അറിവുകളാണെന്ന് തോന്നുമെങ്കിലും പൊതുജനത്തിനും അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ തന്നെ വളരെയധികം പ്രയോജനകരമായി ഉപയോഗിക്കാൻ പറ്റുന്ന അറിവുകളാണ്. അപ്പം ഇന്ന് നമ്മൾ രാജധർമ്മത്തിൻ്റെ തുടർച്ചയായിട്ട് വിദ്യ, ലേണിംഗ് എന്ന് പറയുന്ന ഒരു വിഷയമാണെന്ന് കൈകാര്യം ചെയ്യുന്നത്. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മോഹൻദാസ് സാറിനെയും. മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. ബാറ്റി ഫ്രീ വെബിനാറിന്റെ 1450 ദിവസമാണ്. ചാപ്റ്റർ 40 തിരുക്കുറൾ, രണ്ടാം ഭാഗത്തിലെ രണ്ടാമത്തെ അധ്യായമാണ്. ആദ്യ അധ്യായത്തിലെ രാജധർമ്മത്തെ കുറിച്ചാണ്. ഒരു രാജൻ എങ്ങനെ ആയിരിക്കണം, ഒരു രാജ്യഭരിക്കുന്ന രാജാവ് എന്തൊക്കെ സ്വഭാവങ്ങൾ പുള്ളിക്കൊണ്ടായിരിക്കണം, എന്തൊക്കെ സദ്ഗുണങ്ങൾ വേണം, ഏതൊക്കെ പുള്ളി അറിഞ്ഞിരിക്കണം, ഏതൊക്കെ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യരുത് എന്നുള്ളതൊക്കെ ഉപദേശങ്ങൾ പറഞ്ഞിട്ട് ഇനി പറയുന്ന 24 അധ്യായങ്ങളിലും അദ്ദേഹം എന്താ പറഞ്ഞാല് സമ്പാദിക്കേണ്ട, അങ്ങർക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിലാദ്യമായിട്ടുള്ളത് പറയുന്നത് വിദ്യയാണ്. വിദ്യയെക്കുറിച്ച് ചിന്തിക്കുന്ന രാജൻ, അരസൻ താൻ അഭ്യസിക്കേണ്ട ഗ്രന്ഥങ്ങൾ യഥാവിധി പഠിക്കണം. ധർമ്മശാസ്ത്രം, നീതിശാസ്ത്രം, അതുപോലെ തന്നെയാണ് യുദ്ധശാസ്ത്രം. അന്ന് ഉണ്ടായിരുന്നത് തേരും ആനയും കുതിരയും കാലാൾ പടകളൊക്കെയാണ്, ചതുരംഗപ്പടയും. അത് സംഭവിച്ചതാണ് യുദ്ധശാസ്ത്രം. ഇതൊക്കെയാണ് പാഠങ്ങൾ. ഇതിലൊക്കെ തൻ്റെ ജീവനോടൊപ്പം എല്ലാ ജീവജാലങ്ങൾക്കും സംരക്ഷണം അരുളാൻ ബാധ്യസ്ഥനായ രാജാവ് നിപുണനായിരിക്കേണ്ടതാണ്. മുൻ അധികാരത്തിൽ തൂങ്കാമ എന്ന് തുടങ്ങുന്ന കുറളിൽ രാജാവിന് ചൊല്ലപ്പെട്ട കൽവി എന്ന ഭാഗത്തെ വിശദീകരിക്കുന്നതായാൽ ഈ അധികാരം അതിന് തൊട്ടു പിന്നാലെ നിബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ കുറൾ 391 തമിഴില്. കർക്ക കസടറ കற்பவை കറ്റபிൽ நிற்க அதற்கு தக. கற்கத்தகுந்த நூல்களை குற்றமற கற்க வேண்டும். அவ்வாறு கற்ற பிறகு கற்ற கல்விக்கு தக்கவாறு நெறியில் நிற்க வேண்டும். അതില് ആദ്യത്തെ ഇതില് കற்பവൈ, മൂന്നാമത്തെ വാക്ക് കற்பവൈ, ഒരുവൻ പഠിക്കേണ്ടതായ ഗ്രന്ഥങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ. രണ്ടാമത്തെ വാക്ക് കസഡറ, യാതൊരു സംശയത്തിനും പിന്നീട് അവസരം ഉണ്ടാവാത്ത വിധത്തിൽ. ആദ്യത്തെ വാക്ക് കർക്ക, പഠിക്കേണ്ടതാണ്. ഒരുവൻ പഠിക്കേണ്ടതായ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ യാതൊരു സംശയത്തിനും പിന്നീട് അവസരം ഉണ്ടാവാത്ത വിധത്തിൽ പഠിക്കേണ്ടതാണ്. അങ്ങനെ കറ്റബിൻ, ആദ്യത്തെ വരിയിലെ നാലാമത്തെ വാക്ക് കറ്റബിൻ. അങ്ങനെ പഠിച്ചതിന് ശേഷം അതർക്ക്, ആ പഠിച്ചതിന് അടിസ്ഥാനത്തിൽ തക്ക വിധത്തിൽ നിൽക്ക, ആ പാഠങ്ങൾ അറിവുകൾ നിർദ്ദേശിക്കുന്ന യുക്തിയുടെ മാർഗത്തിൽ നിലകൊള്ളുക. പഠിക്കാനുള്ളത് എന്തോ അതൊക്കെ മനസ്സിരുത്തി പഠിക്കുക. യാതൊരു വിധമായ സംശയത്തിനും പിന്നീട് ഇടവരാത്ത രീതിയിലായിരിക്കണം ആ പഠനം. അങ്ങനെ പഠിക്കേണ്ടതെല്ലാം പഠിച്ച ശേഷം ആ പാഠങ്ങളും അതിലൂടെ ആർജിച്ച അറിവും നിർദ്ദേശിക്കുന്ന യുക്തിയുടെ മാർഗത്തിൽ നിലകൊള്ളേണ്ടതാണ്. ഇവിടെ ചെറിയൊരു ചരിത്രത്തിൽ നിന്നുള്ള ഒരു ഏട് കൂടെ ഞാൻ എടുത്ത് പറയാം. ആ ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്. അദ്ദേഹം, ഇത് അമേരിക്കയിൽ നടന്ന ഒരു സംഭവമാണ്, ചരിത്രമാണ്. ജോർജ് വാഷിങ്ടണിന്റെ ജീവചരിത്രം എന്നുള്ള ആ പുസ്തകം ആ ചെറുപ്പക്കാരൻ വായിച്ചു. വേറെ ഇടയിൽ നിന്നും കടമായിട്ട് മേടിച്ചതാണ്. വായിച്ചിട്ട് തിരികെ കൊടുക്കാമെന്നുള്ളത്. പുസ്തകം പഠിച്ചു തീർന്ന ഉടനെ ആ ക്ഷീണത്തിൽ അങ്ങ് ഉറങ്ങിപ്പോയി.
അന്ന് രാത്രി നല്ല മഴയും വന്നു. മഴയിൽ ആ പുസ്തകം മൊത്തം നനഞ്ഞുപോയി. പിറ്റേ ദിവസം ആ പുസ്തകം എടുത്തു കൊണ്ടുപോയി ആ ധനികന്റെ അടുക്കൽ കൊടുത്തപ്പോ പറഞ്ഞു, അദ്ദേഹം ദേഷ്യപ്പെട്ടു, പുസ്തകത്തെ സ്വീകരിച്ചില്ല. പക്ഷേ ഈ ചെറുപ്പക്കാരന് വളരെയധികം വായിക്കണം ഉള്ള താല്പര്യം ഉള്ളത് അങ്ങർക്കറിയാം. അതുകൊണ്ട് അവന്റെ ആഗ്രഹത്തിനെ നിരുത്സാഹപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം സമാധാനപ്പെട്ടിട്ട് അവനോട് ആ പുസ്തകത്തിന്റെ വിലയ്ക്ക് പകരമായിട്ട് അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ 3 ദിവസം പണി ചെയ്യാൻ ആവശ്യപ്പെട്ടു. ആ ചെറുപ്പക്കാരനും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ വായിക്കുകയും അതിൽ കൂടി വളരുകയും ജ്ഞാനം ആർജിക്കുകയും ചെയ്തതുകൊണ്ട് വാക്ക് പാലിക്കണം എന്നുള്ള ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് അദ്ദേഹം അതിന് സമ്മതിച്ചു. 3 ദിവസം അവിടെ ആ തോട്ടത്തിൽ ജോലി ചെയ്തു. എന്നിട്ട് ആ കടം വീട്ടുകയും ചെയ്തു. അതായത് എന്താണ് അഭ്യസിച്ചത് ആ വഴിക്ക് നടക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലായിരുന്നു ആ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനാണ് പിൽക്കാലത്ത് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് മാറിയ എബ്രഹാം ലിങ്കൺ. ഓവർ. എല്ലാവർക്കും നമസ്കാരം. തിരുക്കുറൽ ഭാഗം 2 നമ്മുടെ കഴിഞ്ഞ ആഴ്ച മുതൽ ആരംഭിച്ചിരിക്കുന്നത്. അതിൽ തന്നെ അർത്ഥപ്രകരണം, പൊരുട്പാൽ, രാജധർമ്മം, അരതിയൽ, ഈ 2 തലക്കെട്ടുകളുടെയും അർത്ഥം കഴിഞ്ഞ ലക്കം ഞാനും വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. അധികാരം 40, കൽവി, വിദ്യ എന്ന് മലയാളത്തിൽ. ഇംഗ്ലീഷിൽ ലേണിംഗ് എന്നും പറയാം. മൊത്തം 10 കുറലിൽ അതിനൊരു ആമുഖം പറഞ്ഞാൽ, പഠിക്കേണ്ട കാര്യങ്ങൾ എല്ലാവരും നന്നായി പഠിക്കുക. അതായത് കുറവുകളൊന്നുമില്ലാതെ പഠിക്കുക. ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചതിൽ ഉറച്ചു നിൽക്കുക. സംഖ്യകളും അക്ഷരങ്ങളും പഠനവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം. മനുഷ്യരുടെ പെട്ടെന്നുള്ള ഒരു കാഴ്ച അതിലുമാണ്. ഗണിതവും എഴുത്തും അറിയപ്പെടുന്നുണ്ട്. കണ്ണുകൾ പോലെ അത് പഠിക്കാനും സഹായിക്കുന്നു. പണ്ഡിതന്മാർക്ക് കണ്ണുകളുണ്ട്. അജ്ഞർക്ക് അവരുടെ മുഖത്ത് അത് 2 മുറിവുകൾ മാത്രമായിരിക്കും. കണ്ടുമുട്ടുമ്പോൾ ആനന്ദവും വേർപിരിയുമ്പോൾ നൊസ്റ്റാൾജിയയും പണ്ഡിതരുടെ പ്രവർത്തികളുടെ ഫലമാണ്. പഠിച്ചവരുടെ മുമ്പിൽ ദരിദ്രരെ പോലെ അറിവില്ലാത്തവർ തുടരുന്നു. ഖുറൽ 391. കർക്ക കഷടറ കർപ്പവൈ കറ്റപിൻ നിർക്ക അതർക്കു തക. വ്യക്തം പഠിക്ക, കറ തീർത്തറിഞ്ഞ് അതിൽ യുക്തിക്ക് തക്കപടി നിൽക്ക. പഠിച്ചതും പഠിക്കേണ്ടതുമായ കാര്യങ്ങൾ തെറ്റുകൂടാതെ പഠിക്കണം. പഠിച്ചതിന് ശേഷം ജീവിതം അതിനനുസരിച്ചും ആയിരിക്കണം. ആവശ്യം വേണ്ട വിജ്ഞാനം വഴിപോലെ അഭ്യസിച്ച പിൻ ലബ്ധവിദ്യ പ്രയോഗിച്ച് ജീവിതം ധന്യമാക്കണം എന്ന്
കവി പറയുന്നു. ഓർ Thank you, sir. Tirukkural's chapter 40, learning, is deeply impactful because it emphasizes the profound and lasting value of education. Emphasis on flawless learning. It stresses the importance of learning thoroughly and without errors, and then living in accordance with what one has learned. Education as the true wealth. The chapter highlights that education is the most valuable and enduring wealth a person can possess, far surpassing material riches. The depth of knowledge. It illustrates how knowledge expands as you delve deeper, like water from a well, increasing with the effort put in. The joy of spreading knowledge. It also describes that learned people gain joy when they see the world also gaining joy from their knowledge. The importance of education in all aspects of life. The Quran also tells us that numbers and letters are like eyes to humans. In essence, chapter 40 underscores that learning is a lifelong pursuit that enriches both the individuals and the world, making it truly heart touching. Verse 391 of the Tirukkural emphasizes the importance of both thorough learning and living in accordance with what one has learned. We can see the core meaning. Karka Kashadara Karpavai Karepin Nirka Adarkudaga. This translates to learn perfectly whatever you learn and then live according to that learning. Essentially, it stresses that learning should be flawless and that knowledge should be applied to one's life. Means it is not enough to simply acquire knowledge. You must learn things correctly and completely. Then you must put that knowledge into practice in your daily life. Imagine someone learning about the principles of honesty and integrity. Simply knowing these principles isn't enough. They must then apply these principles in their interactions with others. By being truthful and acting with integrity in their business dealings and personal relationships. Another example would be someone who studies health and nutrition. It is not enough to just study the information. They must then apply that information to their own diet and lifestyle. Translated by Thomas Hitoshi Puriskma, advises faultlessly study what is to be studied, then fit all that you have studied. गलती के बिना पढ़ना फिर उसी प्रकार जीना भी चाहिए. Things learned and to be learned must be studied without mistake, and after learning, life should be in accordance with it. In short, verse 391 highlights the crucial connection between knowledge and action. Over. കർക്ക കഷടറ കർപ്പവേ കറ്റബിൻ നിൽക്ക അതർക്ക് തക. 391. അടുത്തായി 392. என் என்ப ஏனை எழுத்தென்ப இவ் இரண்டும் கண் என்ப வாழும் உயிர்க்கு. எண்ணென்று சொல்லப்படுவன எழுத்தென்று சொல்லப்படுவன ஆகிய இருவகை கலைகளையும் வாழும் மக்களுக்கு கண்கள் என்று கூறுவர். എണ്ണൻപ ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക്. എണ്ണങ്ങൾ അല്ലെങ്കിൽ അക്കങ്ങൾ എന്ന് പറയുന്നതും ഏനെ ഒപ്പം എഴുത്തെൻപ്
എഴുത്ത്, അക്ഷരം എന്ന് പറയുന്നതും ഇവ രണ്ടും ആയ ഈ രണ്ട് കാര്യങ്ങളും അഥവാ ഈ രണ്ട് കലാവിദ്യകളും, അടുത്ത വാക്ക് വാഴും ഉയർക്ക്, രണ്ടാമത്തെ വരയിലെ അവസാനത്തെ വാക്ക് വാഴും ഉയർക്ക്, ഉയിർ വാഴുന്നവരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കണ്ണെൻപ് രണ്ട് കണ്ണുകൾ തന്നെയാണ്. എണ്ണും എഴുത്തും അക്കവും അക്ഷരവും അതായത് ഗണിതവും സാഹിത്യവും ഉയിർ വാഴുന്നവരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം രണ്ട് കണ്ണുകൾ തന്നെ എന്ന് അഭിജ്ഞാൻ പറയുന്നു. പറയാറായോ സർ? പറഞ്ഞല്ലോ. എല്ലാവർക്കും നമസ്കാരം. തിരുക്കുറൾ ഭാഗം 2 അർത്ഥപ്രകരണം. പൊരുടുപാൽ. രാജധർമ്മം അരചിയൻ. അധികാരം 40 കൽവി അഥവാ വിദ്യ. 1330 സൂത്രവാക്യങ്ങൾ കൊണ്ട് മനുഷ്യലോകത്തിന് ജാതിമത ഭേദമന്യേ ജന്മസാഫല്യം നേടാൻ വേണ്ടുന്ന സകല തത്വങ്ങളും വെളിപ്പെടുത്തുന്ന തിരുക്കുറൾ എന്ന മഹനീയ ഗ്രന്ഥം ലോകത്തിന് സമ്മാനിച്ച തിരുവള്ളുവർ എന്ന തത്വജ്ഞാനിയായ ദിവ്യ കവിയെ നമസ്കരിക്കുന്നു. കുറൾ 392. എണ്ണൻപ ഏനൈ എഴുത്തൻപ ഇവി രണ്ടും കണ്ണൻപ വാഴും ഉയിർക്കു. എൺ എന്നതും എഴുത്തെന്നതും ഈ രണ്ടും കണ്ണത്രേ വാഴുവോർക്കില്ല. തിരുവള്ളുവർ പറയുന്നു, എണ്ണങ്ങൾ എന്ന് പറയുന്നതും എഴുത്തെന്ന് പറയുന്നതും ഉയിർ വാഴുന്നവരായ ജീവനുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം രണ്ട് കണ്ണുകൾ തന്നെയാണ്. അക്കവും അക്ഷരവും അതായത് ഗണിതവും സാഹിത്യവും ജീവിച്ചിരിക്കുന്ന ഉயிருള്ള മനുഷ്യന് രണ്ട് കണ്ണുകൾ പോലെ ആയിരിക്കണം. ഇത് സമൂഹ ജീവിതം സാർത്ഥകമാകുന്നതിന് ഒരാൾക്ക് വളരെ അത്യാവശ്യം തന്നെ. എന്തെന്നാൽ ഒന്നിനും കണക്കില്ലാത്തവൻ എങ്ങനെയാണ് ജീവിതത്തിലുടനീളം പിന്തുടരുന്ന കണക്കുകൂട്ടലുകളെ അഭിമുഖീകരിക്കുന്നത്? എത്ര നാൾ മറ്റുള്ളവരെ ആശ്രയിക്കും? ഇവിടെ കണക്കറിയാത്തവൻ എന്നതിലൂടെ ഒന്നിനും കൊള്ളാത്തവൻ എന്ന അർത്ഥം ധ്വനിക്കുന്നതായി അനുഭവപ്പെടുന്നു. വിദ്യാധനം സർവധനാൽ പ്രധാനം. അതുപോലെ വിദ്യ കൈവശമുള്ളവനെങ്ങും വിശ്വം ലോകമയം. വിശ്വമുണ്ടായ കാലം മുതൽ വിദ്യയും ഉണ്ടായി എന്ന് കരുതുന്നു. ഒപ്പം കണക്കുകൂട്ടലുകളും. വിദ്യ എന്നത് മറ്റേതൊരു ധനത്തെക്കാളും പ്രധാനമാണ്. അത് മറ്റൊരാൾക്ക് നൽകും തോറും കൂടി വരുന്ന ഒന്നാണ്. എന്നാൽ പണമാകുന്ന ധനം കൊടുക്കും തോറും കുറഞ്ഞു വരുന്നു. ഓരോ മനുഷ്യനെയും നല്ല വ്യക്തികളായി രൂപപ്പെടുത്തുന്നതിൽ വിദ്യാഭ്യാസത്തിന്റെ പങ്ക് ഏറെ വലുതാണ്. അക്കാര്യം ഈ കുറളിലൂടെ മനസ്സിലാക്കാം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ അവൻ വിദ്യാഭ്യാസം നേടി വരികയാണ്. ആദ്യാക്ഷരം പഠിക്കുന്നത് അമ്മയിൽ നിന്ന്, പിന്നെ വീട്ടിലുള്ളവരിൽ നിന്ന്, പിന്നെ അധ്യാപകരിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, അങ്ങനെ യാകുന്ന ധനത്തിന്റെ മധുരം നുകർന്ന് സമൂഹത്തിലും ജീവിതത്തിലും ഉന്നത വിജയങ്ങൾ നേടാൻ അവൻ പ്രാപ്തനാകുന്നു. എണ്ണെന്നതും എഴുത്തെന്നതും ഈ രണ്ടും കണ്ണത്രേ വാഴുവോർക്കില്ല. ഈ കുറളിൽ സാഹിത്യത്തിനും ഗണിതത്തിനും തുല്യ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. ഗണിതം എന്നത് ചിലർ പറയും, എനിക്ക് കണക്ക് പഠിക്കാൻ പറ്റുന്നില്ല. സുഹൃത്തെ, അതിനേക്കാൾ ഏറെ ബുദ്ധിമുട്ടുള്ള ക്രിക്കറ്റ് താങ്കൾ പഠിച്ചില്ലേ? കൈവിട്ടാൽ താഴെ വീഴുന്ന 2 ചക്രങ്ങൾ ഉരുണ്ടുപോകുന്ന അപകടം പിടിച്ച ബൈക്ക് ഓടിക്കാൻ പഠിച്ചില്ലേ? ഗണിതത്തെ അല്പം ശാന്തനായും സൗമ്യമായും സ്നേഹത്തോടെയും സമീപിച്ചാൽ അത് നമുക്ക് സ്വായത്തമാകും. തിരുവള്ളുവർ ഇവിടെ എടുത്തു പറയുന്നു, എണ്ണങ്ങളും എഴുത്തും ഒരാളിന്റെ 2 നേത്രങ്ങളാണ്.
ഇവയിൽ ജ്ഞാനമില്ലെങ്കിലോ അവൻ അന്ധനും മൂകനുമാകുന്നു. വിദ്യയുടെ കാര്യത്തിൽ ഇനി നമുക്ക് കേരളത്തിലെ വിദ്യാഭ്യാസത്തിലൂടെ ഒന്ന് കണ്ണോടിക്കാം. വിദ്യാഭ്യാസത്തിന് നമ്മുടെ സംസ്ഥാനമായ കേരളം എങ്ങനെയാണ് പ്രാധാന്യം കൊടുത്തതെന്നും എങ്ങനെയാണ് അതിലൂടെ ഈ തലം വരെ എത്തിയതെന്നും ഒരു ചെറിയ നോട്ടമാണ് ഞാനിവിടെ നടത്തുന്നത്. സംഘകാലഘട്ടം മുതൽ തന്നെ കേരളത്തിൽ ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ വിദ്യാഭ്യാസം നൽകിയിരുന്നു. AD 800 മുതൽ 1102 വരെ കുലശേഖര കാലഘട്ടത്തിലായിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ ഒരു റിമാർക്കബിൾ പ്രോഗ്രസ് ഉണ്ടായത്. ഇതിന്റെ ഫലമായി വേദ സ്കൂളുകൾ അഥവാ ശാലകൾ ഉണ്ടായി. അവ ക്ഷേത്രങ്ങളോട് ചേർന്ന് ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയിരുന്നു. അവയിൽ പ്രധാനം കാന്തള്ളൂർ, പാർത്ഥിവപുരം, തിരുവല്ല, മൂഴിക്കുളം തുടങ്ങിയവയായിരുന്നു. ബ്രാഹ്മിൻ ശാലകളായിരുന്നു ഇവിടെ. ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു പ്രവേശനം നൽകിയിരുന്നത്. ശാലകൾക്ക് ശേഷം സഭാമഠങ്ങൾ ഉണ്ടായി. അതിൽ പ്രധാനമാണ് ശ്രീ ശങ്കരാചാര്യരുടെ തൃശ്ശൂരുള്ള സന്യാസ സഭാമഠം. അന്നത്തെ നോൺ ബ്രാഹ്മിൻസിന് വേണ്ടി ഉണ്ടായ വിദ്യാഭ്യാസ മേഖലയായിരുന്നു എഴുത്തുപള്ളികൾ അഥവാ പാഠശാല. അവിടത്തെ അധ്യാപകർ ആശാന്മാർ അല്ലെങ്കിൽ എഴുത്തച്ഛൻ എന്നറിയപ്പെട്ടിരുന്നു. ഇവിടെ ആശാൻ 3 ആഴ്സ് ആണ് പഠിപ്പിച്ചിരുന്നത്: റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് അരത്തമെറ്റിക്സ്. തുടർന്ന് ബുദ്ധവിഹാരങ്ങൾ, ഓത്തുപള്ളികൾ, കളരികൾ, കുടിപ്പള്ളിക്കൂടം, മദ്രസകൾ, ക്രിസ്ത്യൻ മിഷണറീസ് തുടങ്ങിയവ ഉണ്ടായി. ക്രിസ്ത്യൻ മിഷണറിയുടെ നേതൃത്വത്തിൽ 1806 WT റിംഗ്ടേപ്പ് കേരളത്തിൽ സ്കൂളുകൾ സ്ഥാപിച്ചു. 1821 കോട്ടയത്ത് ഗ്രാമർ സ്കൂൾ, 1818 മട്ടാഞ്ചേരിയിൽ ഇംഗ്ലീഷ് സ്കൂളും തുടർന്നങ്ങോട്ട് പാശ്ചാത്യരുടെ സാമീപ്യത്താൽ സ്കൂളുകളും കോളേജുകളും സ്ഥാപിതമായി. എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തിയ കേരള എഡ്യൂക്കേഷൻ ആക്ട് 1958 സംസ്ഥാനത്ത് നിലവിൽ വന്നു. 1959, 60, 61 കാലഘട്ടങ്ങളിൽ ഈ ആക്ടിൽ പരിഷ്കരണങ്ങൾ നടന്നു. ഇതിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനും വികസനത്തിനും ലക്ഷ്യം വെച്ചു. 1957 ഏപ്രിൽ 5-ന് 11 പേരടങ്ങുന്ന 1-ാം കേരള മന്ത്രിസഭയുണ്ടായി. അതിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹത്തിൽ നിന്ന് കേരളം ഇന്ന് ഇന്ത്യയുടെ സാക്ഷര ദേശീയ ഭൂപടത്തിൽ 1-ാമത് നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മേഖല ഉയരങ്ങൾ കീഴടക്കുന്നു. അതെ, കേരളീയർ തിരുവള്ളുവരുടെ ഈ ഈരടികൾ ശിരസാ വഹിച്ചുകൊണ്ട് എണ്ണൻപ ഏനൈ എഴുത്തൻപ ഇവ്വിരണ്ടും കണ്ണൻപ വാഴും ഉയർക്കൂ. എണ്ണെന്നതും എഴുത്തെന്നതും ഈ രണ്ടും കണ്ടത്രേ വാഴുകൂർക്കെല്ലാം. ഇത് ഈ 392-ാമത് കുറളിനെ നാൾക്കുനാൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് നാം മുന്നേറുന്നു. നന്ദി, നമസ്കാരം. കുറൾ 392. എണ്ണൻപ ഏനൈ എഴുത്തെൻപ ഇവിരണ്ടും കണ്ണെൻപ വാഴും ഉയർക്കൂ. 2 arts, number and writing, are said to be eyes of living men. Numbers and letters are the 2 discerning eyes for all mankind to make the best of lives. Numbers here stand for all branches of the science of numbers and for all their direct as well as representative and indirect utilization, mathematical science, while letters would stand for all language and literature. The 2 together have to be taken as the total field of all human learning, covering sciences and humanities, and provide the basis for all metaphysical thought and education. All parts of knowledge have their origin in metaphysics. Thank you. Or
எண்ணென்ப ஏனை எழுத்தென்ப இவ்விரண்டும் கண்ணென்ப வாழும் உயிர்க்கு. குறள் 393. മോഹൻ സാർ അഡ്മിറ്റ് ചെയ്യണേ. മോഹൻ സാർ അഡ്മിറ്റ് ചെയ്യണം. കണ്ണുടയർ என்பவர் കറ്റോർ, മുഖത്തിരണ്ട് പുണ്ണിടയാർ കല്ലാതവർ. കവി വളരെ നേരത്തെ പറഞ്ഞു, ഒരാൾക്ക് കിട്ടിയിരിക്കുന്ന കണ്ണുകൾ എന്ന് പറയുന്നത് ആ രണ്ട് കണ്ണുകളും അക്ഷരങ്ങളും അക്കങ്ങളും പോലെയാണ്. അതിനെ ആ രീതിക്ക് കാണണം, ആ രീതിക്ക് അതിനുള്ള പ്രയോജനപ്പെടുത്തണം എന്ന് പറയും. ഇനി അടുത്ത് പറയുന്നുണ്ട്, അങ്ങനെ കിട്ടിയ രണ്ട് കണ്ണുകൾ അത് അറിവുള്ളവരുടെ ഒരു അടയാളമാണ് ആ കണ്ണുകൾ. അറിവില്ലാത്തവർ അല്ലെങ്കിൽ വായനയും മറ്റും ഇല്ലാത്തവരുടെ ഒരു പ്രതീകമായി മാത്രം ഇങ്ങനെ ഒരു അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു സങ്കല്പത്തിലായിരിക്കും മറ്റുള്ളവർക്ക് ആ കണ്ണുകൾ എന്ന് വളരെ ലഘുവായിട്ട് പറയുന്നു. കണ്ണുടയർ என்பார் കറ്റോർ, മുഖത്ത് രണ്ട് പുണ്ണിടയാർ കല്ലാதவர். கண்ணுடையவர் என்று உயர்வாக கூறப்படுகின்றவர் கற்றவரே, கல்லாதவர் முகத்தில் இரண்டு புண்ணுடையவர் ஆவார். അതില് ഈ കുറളില് ആദ്യം കറ്റോർ, ആദ്യത്തെ വരിയിലെ മൂന്നാമത്തെ വാക്ക് കറ്റോർ, വിദ്യ അഭ്യസിച്ചവർ മാത്രമാണ് എന്നത് ആദ്യത്തെ വാക്ക്. കണ്ണുടയാർ, കണ്ണുടയാർ കണ്ണുകൾ ഉള്ളവർ എന്ന് സമുന്നത സ്ഥാനം നൽകി അംഗീകരിക്കപ്പെടുന്നവർ. അടുത്തത് കല്ലാതവർ, രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ വാക്ക് കല്ലാതവർ, വിദ്യാഭ്യാസം ഇല്ലാത്തവർ, നിരക്ഷരന്മാർ. എന്നിട്ട് ആദ്യത്തെ വരിയിലെ നാലാമത്തെ വാക്ക് മുഖത്തിരണ്ട്, മുഖത്തിൽ ഇരണ്ട്, പുണ്ണുടയാർ രണ്ട് പുണ്ണുകൾ മാത്രം ഉള്ളവർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, താങ്ക് യു സർ. തിരുക്കുറൾ ഭാഗം 2, അർത്ഥപ്രകരണം, പൊരുട്പാൽ. രാജധർമ്മം, അരജിയൽ, അധികാരം 40. കൽവി, വിദ്യ. ശാസ്ത്രം, പഠനം, തത്വചിന്ത അല്ലെങ്കിൽ തർക്കിക്കാനോ നിഷേധിക്കാനോ കഴിയാത്ത ഏതെങ്കിലും വസ്തുതാപരമായ അറിവ് എന്നിവയുടെ ഏതു മേഖലയിലും വിദ്യ എന്നതിൻ്റെ അർത്ഥം ശരിയായ അറിവ് എന്നാണ്. വേദകാലഘട്ടത്തിന്റെ വിദ്യാദാനത്തെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള ദാനം ഭൂമിയുടെ ദാനത്തെക്കാൾ ഉയർന്ന ഫലപ്രാപ്തിയുള്ള ദാനമായി കണക്കാക്കിയിരുന്നു. വിദ്യ എന്നത് വിദ് അല്ലെങ്കിൽ അറിയുക എന്ന ധാതുവിൽ നിന്നാണ് വരുന്നത്. അതിനാൽ അത് അറിവ്, ശാസ്ത്രം, പഠനം, വൈജ്ഞാനികത, പാണ്ഡിത്യം, തത്വചിന്ത എന്നിവയെ സൂചിപ്പിക്കുന്നു. വിദ്യ ഒരുവന് ഉൾക്കാഴ്ച നൽകുന്നു. ആത്മീയ മേഖലയിൽ അത് മോക്ഷത്തിലേക്ക് നയിക്കുന്നു. ലൗകിക മേഖലയിൽ അത് പുരോഗതിയിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുന്നു. വിദ്യ മനസ്സിനെ പ്രകാശിപ്പിക്കുകയും വിദ്യാധാരണകളെ തകർക്കുകയും ബുദ്ധിശക്തി, ശക്തി, കാര്യക്ഷമത എന്നിവ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ബുദ്ധി വികസിപ്പിക്കുകയും അതിനെ കൂടുതൽ പരിഷ്കരിക്കുകയും ചെയ്യുന്നു. എല്ലാ സന്തോഷത്തിന്റെയും മൂലമായും പ്രകാശത്തിന്റെയും ശക്തിയുടെയും ഉറവിടമായും അത് പൂർണ്ണമായ പരിവർത്തനം വരുത്തുന്നു. ന ചോർഹര്യം ന രാജാര്യം എന്ന സംസ്കൃത ശ്ലോകം ഇപ്രകാരം വ്യാഖ്യാനിക്കപ്പെടുന്നു: വിദ്യ കള്ളന്മാർക്ക് മോഷ്ടിക്കുവാനോ രാജാക്കന്മാർക്ക് എടുത്തുകൊണ്ടു പോകാനോ കഴിയില്ല. അത് സഹോദരങ്ങൾക്കിടയിൽ വിഭജിക്കാൻ കഴിയില്ല. അത് ചുമലിൽ ഭാരം വരുത്തുന്നില്ല. ചിലവഴിക്കുമ്പോൾ അതെല്ലായ്പ്പോഴും വളരുന്നു. എല്ലാ സമ്പത്തിലും ഏറ്റവും ശ്രേഷ്ഠമായ സമ്പത്ത് അറിവാണ്. തോണിയിൽ അക്കരെ പോകുന്ന വേദജ്ഞൻ തുഴക്കാരനോട് ചോദിച്ചു, നീ വേദം പഠിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുത്തരം. ഉപനിഷത്ത് പഠിച്ചിട്ടുണ്ടോ? അപ്പോഴും ഇല്ല എന്നുത്തരം. എങ്കിൽ നിന്റെ ജന്മം മുക്കാലും പാഴായി എന്ന് വേദജ്ഞൻ. തോണി കാറ്റിലും ചുഴിയിലും പെട്ട് വെള്ളം കയറി മുങ്ങാറായപ്പോൾ തുഴക്കാരൻ പണ്ഡിതനോട് ചോദിച്ചു, അങ്ങ് നീന്താൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല.
എന്നുത്തരം. എങ്കിൽ അങ്ങയുടെ ജന്മം മുഴുവൻ പാഴായി എന്ന് തുഴക്കാരൻ. ഇതിൽ ഏത് പഠിപ്പാണ് യഥാർത്ഥം? അഥവാ ഏതാണ് യഥാർത്ഥമല്ലാത്തത്? നമുക്ക് എല്ലാം വേണം. ജീവിതമാണ് ഏറ്റവും വലിയ പരീക്ഷ. അത് ജയിക്കണം. സ്വയം നേടുന്നതാണ് നേട്ടം. ഫെർണാഷ ഒരിക്കൽ പറഞ്ഞു, കഴിവുള്ളവർ പ്രവർത്തിക്കുന്നു, അതില്ലാത്തവർ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. കേട്ടു പഠിച്ചവനേക്കാൾ 1000 മടങ്ങ് മിടുക്കുണ്ടാവും കണ്ടുപഠിച്ചവന്. ജനനം കൊണ്ടല്ല ആരും ശ്രേഷ്ഠരായിട്ടുള്ളത്, പഠനം കൊണ്ടാണ്. പഠിക്കേണ്ടത് വിദ്യാലയത്തിൽ നിന്നല്ല, ജീവിതത്തിൽ നിന്ന് തന്നെ. ആചാര്യാത് പാദം ആദത്തെ, പാദം ശിഷ്യ സ്വമേധയാ, പാദം സബ്രഹ്മചാരിദ്യ, പാദം കാലക്രമേണതു. ഗുരുവിൽ നിന്ന് കാൽഭാഗം, കാൽഭാഗം ശിഷ്യൻ സ്വന്തം നിലയ്ക്ക്, സതീർത്ഥ്യരോട് കാൽഭാഗം, കാലക്രമേണയുള്ള ജീവിതാനുഭവങ്ങളിൽ നിന്ന് കാൽഭാഗം. ഇങ്ങനെയാണത്രേ വിദ്യ മുഴുവനാകുന്നത്. പണ്ഡിതന്മാരും ലോകനിരീക്ഷണ പടുക്കളുമായ മഹാത്മാക്കളുമായി ഒത്തുകൂടുക എന്നത് ദിവ്യമായ ഒരു സുഖാനുഭവം അത്രേ. അവരെ വിട്ടുപിരിയുമ്പോൾ ഇനി നമുക്ക് എന്നാണ് ഇദ്ദേഹത്തെ കണ്ടുമുട്ടാൻ ഇടവരിക എന്ന് ദുഃഖം തോന്നണം. ഈ ഒരു നന്മയാണ് യഥാർത്ഥ വിദ്വാൻമാരുടെ ലക്ഷണം. സാന്നിധ്യം കൊണ്ട് അവർ സദസ്സിന് സമ്പന്നതയും അസാന്നിധ്യം കൊണ്ട് ശൂന്യതയും അനുഭവിക്കാൻ പ്രാപ്തരാകുന്നു. വിദ്യ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകുമെങ്കിൽ അതായിരിക്കും സകല ആപത്തുകൾക്കും കാരണം എന്ന് സോക്രട്ടീസ് പറഞ്ഞു. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചനം നൽകുന്നതെന്തോ അതാണ് വിദ്യ എന്ന് ഉപനിഷത്ത്. ഒരാളിന്റെ വിദ്യാഭ്യാസം അയാളുടെ മരണം വരെയും പൂർത്തിയാകുന്നില്ല. വിദ്യാഭ്യാസം ലക്ഷ്യമല്ല, ഉന്നതമായ ഒരു ലക്ഷ്യത്തിലേക്കുള്ള മാർഗമാണ്. രസകരമായ ഒരു ചൊല്ലുണ്ട്, എല്ലാവരും തിരക്കിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ്, ആർക്കും സ്വയം പഠിക്കാനുള്ള സമയം കിട്ടുന്നില്ല. എണ്ണും എഴുത്തും, അതായത് അക്കവും അക്ഷരവും, ലോകത്ത് ജീവിക്കുന്ന ആർക്കും ഈ രണ്ടാണ് രണ്ട് കണ്ണുകൾ. വിദ്യ അഭ്യസിച്ചവരുടെ മുഖത്ത് മാത്രമാണ് കണ്ണുകൾ, അല്ലാത്തവർക്ക് ആ സ്ഥാനത്തുള്ളത് വെറും പുണ്ണുകൾ മാത്രം. കുറൾ 393. കണ്ണുടയർ என்பவர் കറ്റോർ 32 പുൺ ഉടയർ കല്ലാതവർ. അഭ്യസ്തവിദ്യരായുള്ളോർ കണ്ണുള്ളോരെന്ന് ചൊല്ലലാം, അജ്ഞരോ വദനത്തിന്മേൽ വ്രണം 2 വഹിപ്പവർ. We may say the educated having eyes, the uneducated hold to one's own face. Thank you. Thank you, ma'am. Sacred Words 393's precise meaning. കണ്ണുടയർ என்பவர் കറ്റോർ 32 പുണ്ണുടയവർ കല്ലാതവർ. This translates to, the learned are said to have eyes, but the unlearned have merely 2 sores in their face. Key points. This Quran directly contrasts the eyes of the learned with the sores of the unlearned. The 2 sores are a powerful metaphor for the perceived disfigurement of or lack of essential perception that comes with ignorance. It is not that they are physically wounded, but that the lack of knowledge is a wound to their being. The wound's interpretation. The 2 wounds on the face signify that the uneducated person lacks the clear vision and understanding that education provides. It is a figurative wound, a sign of the detrimental effect of the lack of learning. It is a strong image that shows the importance that Thiruvalluvar placed on education. It is a vivid metaphor that emphasizes the importance of learning. शिक्षित व्यक्ति को आंखें वाला कहता है, अशिक्षित के मुंह में जो 2 आंखें हैं वह फोड़ा फूसी जैसा है. We may say the educated having eyes, the uneducated hold 2 wounds on face. Thank you, sir. കുറൽ 393. കണ്ണുടയർ என்பவர் കറ്റോർ 32 പുൺ ഉടയവർ കല്ലാതവർ. കുറൽ 394.
ഉവപ്പ തലൈക്കൂടി ഉള്ള പിരിതൽ അനത്തെ പുലവർ തൊഴിൽ மகிழும்படியாக கூடிப்பழகி இனி இவரை எப்போது காண்போம் என்று வருந்தி நினைக்கும்படியாக இருதல் புலவரின் തൊഴിലാകും. രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തെ വാക്ക് ഇവിടെ പറയുമ്പോൾ രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് പുലവർ തൊഴിൽ. പുലവർ തൊഴിൽ എന്ന് പറയുന്നത്, പുലവർ എന്ന് പറഞ്ഞാൽ സാധാരണ പണ്ഡിതൻ, കവി, പാട്ടുകാരൻ എന്നുള്ളതാണ് പുലവർ. തമിഴ്നാട്ടിലെ പുലവർ എന്ന പട്ടം എന്ന് പറഞ്ഞാൽ മിക്കവാറും കവികൾക്കാണ് കൊടുക്കുന്നത്. അന്ന് ഇപ്പോഴാണല്ലോ ഈ ഇതൊക്കെ വന്നിട്ടുള്ളത്, ഈ എന്താ പറഞ്ഞാൽ പ്രോസും മറ്റൊക്കെ വന്നിട്ടുള്ളത്. പണ്ടുള്ളത് അങ്ങനെയല്ല, എല്ലാം കവിതകളിലായിരുന്നു, അല്ലെങ്കിൽ ഗദ്യത്തിലായിരുന്നു. അതുകൊണ്ട് പാരായണം ചെയ്യുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. അവരൊക്കെ പുലവർ എന്നാ പറയുന്നത്. കമ്പപ്പുലവർ, കമ്പരാമായണം എഴുതിയത്, കമ്പരാമായണത്തിന്റെ പുള്ളിയുടെ പേര് പുലവർ കമ്പർ എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഒരു പ്രിഫിക്സ് ചേർത്ത് പറയുന്നത് പുലവർ എന്നാണ്. അപ്പൊ ഇവിടെ പുലവർ എന്ന് പറയുന്നത് വിദ്വാൻമാരായവരുടെ എന്നുള്ളതാണ്. അവിടെ തൊഴിൽ അല്ലെങ്കിൽ പ്രവൃത്തി എന്തെന്ന് വെച്ചാല് അങ്ങനെ, അതായത് വളരെ അറിവുള്ള, പണ്ഡിതമുള്ള, ജ്ഞാനമുള്ളവരൊക്കെ ഒത്തുകൂടുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൈമാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഉത്സാഹം, അല്ലെങ്കിൽ വളരെ ഒരു ആഹ്ലാദം, അത് അങ്ങനെ ഉള്ളവർ പരസ്പരം ഒന്ന് വേർപെട്ട് വേറെ സ്ഥലത്തേക്കോ എല്ലാം പിരിഞ്ഞു പോകുമ്പോൾ വിഷമം ഉണ്ടാകും. അത് പണ്ഡിത സദസ്സ് ഒന്നിച്ചു കൂടുമ്പോൾ ആഹ്ലാദവും, അവർ പിരിഞ്ഞു പോകുമ്പോൾ ദുഃഖവും ഉണ്ടാകും എന്ന് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉവപ്പ തലൈക്കൂടി ഉള്ള പിരിതൽ അനേത്തെ പുലവർ തൊഴിൽ. ഇപ്പം ഇവിടെ പറഞ്ഞത് പുലവർ തൊഴിൽ, അത് ആദ്യം എടുത്തു. രണ്ടാമത് ഉവപ്പ, ഏതൊരാളും അകമഴിഞ്ഞ് സന്തോഷിക്കുംപടി, തലൈക്കൂടി അവരോടൊപ്പം ചേർന്ന് സത്സംഗം സഫലമാക്കുക എന്നതാണ് ഇവിടെ പറയുന്നത്. ഉള്ള ഈ ജ്ഞാന ഭണ്ഡഹാരത്തെ നാം ഇനി എപ്പോഴാണോ കാണുക എന്ന നഷ്ടബോധത്തോടെ അവർ നനയ്ക്കും. പടി പിരിതൽ, യാത്ര പറഞ്ഞ് പിരിയുക എന്നതുമാണ്. അനേത്ത്, ഈ തന്മയുള്ളവരാകുന്നു വിദ്വാൻമാർ. പണ്ഡിതന്മാരും ലോക നിരീക്ഷണ അടുക്കളുമായ മഹാത്മാക്കളോട് ഒത്തുകൂടുക എന്നത് ദിവ്യമായ സുഖാനുഭവം അത്രേ. അവരെ വിട്ടു പിരിയുമ്പോൾ ഇനി നമുക്ക് എന്നാണ് ഇദ്ദേഹത്തെ കണ്ടുമുട്ടാൻ ഇടവരിക എന്ന ദുഃഖം തോന്നണം. ഈ ഒരു തന്മയാണ് യഥാർത്ഥ വിദ്വാൻമാരുടെ ലക്ഷണം. സാന്നിധ്യം കൊണ്ട് അവർ സദസ്സിനെ സമ്പന്നതയും അസാന്നിധ്യം കൊണ്ട് ശൂന്യതയും അനുഭവപ്പെടുത്തുവാൻ പ്രാപ്തരാകുന്നു. അതായത് ഒന്നും വേണ്ട, നല്ലൊരു പ്രഭാഷണമോ അല്ലെങ്കിൽ ഒരു സത്സംഗത്തിൽ നമ്മൾ പോയി കഴിയുമ്പോൾ അത് കഴിയുമ്പോൾ ഒരു 9 ദിവസമോ അല്ലെങ്കിൽ ഒരു 10 ദിവസമോ ഭാഗവതം ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ആ കേൾക്കുന്ന ഇൻപം ഇനി എപ്പോഴാണ് കിട്ടുക, ഇദ്ദേഹം ഇവിടുന്ന് വിട്ടുപോയാൽ എന്ന് തോന്നത്തക്ക വിധത്തിലായിരിക്കണം ആ പ്രഭാഷണങ്ങൾ. ഒരാൾക്ക് ലഭിച്ച അറിവ് മറ്റുള്ളവർക്ക് പകർന്ന് അവർക്ക് ഇൻപം തരുന്നതായിരിക്കണം എന്നും കൂടി കവി ഇവിടെ ഉദ്ദേശിക്കും. അധികാരം 40. വിദ്യ, കൽവി, ഭാഗം 2, അർത്ഥപ്രകരണം, രാജധർമ്മം. 394 കുറൾ. ഉവപ്പത്തലൈ കൂടി ഉള്ള പിരിതൻ അനൈത്തെ പുലവർ തൊഴിൽ സൗഖ്യമേ ഒരുമിക്കൽ ദുഃഖകരമേ പിരിയൽ വിദ്വജ്ജനത്തിൻ ഇതു ശീലം. സംസത്തിൻ മാധുര്യ വാക്കുകളോതിയും വിയോഗത്തിൻ മ്ലാനത്തെ ചെയ്തിടും വിജ്ഞൻ. ജ്ഞാനം കൈമാറുമ്പോൾ ഒത്തുകൂടുന്നത് ദിവ്യ അനുഭൂതിയായിട്ടാണ് ഇവിടെ പറയുന്നത്. തൻ്റെ വിയോഗത്തിൽ മറ്റുള്ളവർ ദുഃഖിച്ചു പോകത്തക്ക വിധത്തിൽ മധുര വചനങ്ങൾ ഉച്ചരിക്കുന്നവനും കൃത്യമായി പ്രവർത്തിക്കുന്നവനുമാണ് യഥാർത്ഥത്തിലുള്ള വിജ്ഞൻ. ജ്ഞാനം നേടിയവനെ ജ്ഞാനിയെന്ന് വിളിക്കുന്നത് ആ ജ്ഞാനിയുടെ സ്വഭാവ മഹിമയും ഇടപഴകലുകളും വർത്തമാന ഗുണവും കൊണ്ടാണ്. ജ്ഞാനത്തെ ഉള്ളിൽ അടക്കിയിരുന്നാൽ അവൻ അജ്ഞാനി എന്ന്
ജ്ഞാനിയെന്ന് എങ്ങനെ കീർത്തിക്കപ്പെടും? അതിനാൽ നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീർക്കത്തക്ക വിധത്തിലായിരിക്കണം നാം പ്രവർത്തിക്കേണ്ടത്. ഒരു ജ്ഞാനി തന്റെ വിയോഗം കൊണ്ട് മറ്റുള്ളവർ ദുഃഖിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചവനാവണം. എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ അത്രമേൽ നന്മ ജ്ഞാനം കൊണ്ട് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന ആളായി, മറ്റുള്ളവർ ദുഃഖിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചവനാകണം. യഥാർത്ഥ ജ്ഞാനിയെ, അങ്ങനെയുള്ള യഥാർത്ഥ ജ്ഞാനിയെ ലോകം എന്ന് സ്മരിക്കപ്പെടും. ഒരു കാലവും മറക്കാനാവാത്ത ഒരു ഓർമ്മ അങ്ങനെയുള്ള ജ്ഞാനികളിൽ നിക്ഷിപ്തമായി. താങ്ക് യു. കുറൽ 394. ഉവ്വപ്പത്തലൈ കൂടി ഉള്ളപ്പിരിതൽ അനൈത്തോ പുലവർ തൊഴിൽ. It is a skill of learned to mingle happily and make others crave for further meeting while parting. Man of learning meet each other with a great joy in their hearts, and when parting, they leave with a heavy heart and sweet memories. In this quarrel, however, the additional underlying dimension of learning and internalizing knowledge and skills from each other is also to be had. Further, one might also discern a sense of Wallower's own sadness at the fate of poets and learned men of the time. ഉവപ്പത്തലൈ കൂടി ഉള്ളപ്പിരിതൽ അനൈത്തോ പുലവർ തൊഴിൽ. താങ്ക് യു. ഓവർ. Quran 394. ഉവപ്പത്തലേ കൂടി ഉള്ളപ്പിരിതൽ അനത്തൈ പുലവർ തൊഴിൽ. 395. സാറേ അൺമ്യൂട്ട് ചെയ്യും. உடையார் முன் இல்லார் போல் ஏக்கற்றும் கற்றார் கடையரே கல்லாதவர். செல்வர் முன் வறியவர் நிற்பது போல் கற்றவர் முன் ஏங்கி தாழ்ந்து நின்றும் கல்வி கற்றவரே ഉയർന്നവർ, കല്ലാതവർ വീഴ്ന്നവർ. ഇവിടെ കവി ഒരു ഉപമ പറയുന്നുണ്ട്. എങ്ങനെയാണ് വിദ്യ അഭ്യസിക്കേണ്ടത്? അവന് നല്ല സാഹചര്യമുണ്ട്, സമ്പന്നത ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേ എത്ര ബുദ്ധിമുട്ടിയാലും അത് സഹിച്ച് ഒരു ധനികന്റെ മുമ്പിൽ ചെന്ന് ധനമില്ലാത്ത ഒരാൾ യാചിക്കുന്നത് പോലെ അറിവുള്ള പണ്ഡിതന്റെ മുമ്പിൽ ചെന്ന് അറിവില്ലാത്ത ഒരു പൈതൽ എന്നുള്ള രീതിക്ക് എന്ത് ത്യാഗം സഹിച്ചും അറിവ് നേടണം എന്നാണ് പറയുന്നത്. വളരെ അതായത് ഒരു അറിവ് നേടുന്നതിന് ഒരു എന്താ പറയുന്ന പോലെ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അവന്റെ അന്തസ്സും അഭിമാനവും ആഭിജാത്യവും ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് അറിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം താഴ്ന്ന നല്ല മനോഭാവത്തോടു കൂടി അത് അഭ്യസിക്കുമെന്നാണ് പറയുന്നത്. ഉടയാർ മുൻ ഇല്ലാർ പോൽ ഏക്കറ്റും കറ്റാർ കടയരെ കല്ലാതവർ. ഉടയാർ മുൻ സമ്പത്ത് ഉള്ളവന്റെ മുമ്പിൽ, രണ്ടാമത്തെ വാക്ക് ഇല്ലാർ പോൽ നിശ്വരെ പോലെ തന്റെ ആചാര്യന്റെ മുമ്പിൽ, ഏക്കറ്റ് നിന്നും നാണം കെട്ട് ഓച്ചാനിച്ച് നിന്നിട്ടായാലും ശരി, കറ്റാർ എങ്ങനെയെങ്കിലും വിദ്യ അഭ്യസിക്കുന്നവൻ മഹാന്മാരാകുന്നു. കല്ലാതവർ അവിധത്തിൽ വിനയം കാട്ടി നേടാൻ മനസ്സ് വയ്ക്കാതെ നിരക്ഷരായി കഴിയുന്നവർ കടയരെ ഒരു കാലത്തും ഏത് കാലത്തും ഹീനന്മാർ തന്നെ എന്ന് കവി പറയുന്നുണ്ട്. അതിലേക്ക് ഒരു ചെറിയ ഇതും കൂടി പറയുന്നുണ്ട്. ഞാൻ ഒരു ഉദാഹരണം കാണിക്കും, ചരിത്രത്തിൽ തന്നെ. അതായത് വളരെ തത്വജ്ഞാനിയായ സോക്രട്ടീസ് ജയിലിലായിരുന്നു.
ആ കാലഘട്ടത്തിൽ അങ്ങേർക്ക് മരണശിക്ഷയും വിധിക്കപ്പെട്ടു. അത് മരണശിക്ഷ നടപ്പിലാക്കുന്ന ദിവസം അടുത്തു വരികയാണ്. അന്നേരം തൊട്ട് അയലത്തെ ഒരു സെല്ലില് ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു എന്താ പറയുക വയലിൻ പോലത്തെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുകയാണ്. ഈ സോക്രട്ടീസ് അങ്ങയുടെ ചെന്ന് ചോദിച്ചു, നിങ്ങൾക്കറിയാവുന്ന ഈ സംഗീതം എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമോ? അപ്പോ ആ വിചാരണയിൽ കഴിയുന്ന അദ്ദേഹം ചോദിച്ചു, അങ്ങർക്ക് വളരെ ആശ്ചര്യം തോന്നി. താങ്കളോ മരണശിക്ഷ ലഭിച്ച ആളാണ്, വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ജീവനും നഷ്ടപ്പെടുന്നതാണ്. എന്നിരുന്നിട്ടും ഈ സംഗീതം പഠിക്കണമെന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? അപ്പൊ സോക്രട്ടീസ് പറഞ്ഞു, പുതിയതായിട്ട് ഒരു അറിവും കൂടി അഭ്യസിക്കാമല്ലോ എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം. മാത്രമല്ല ആ സംതൃപ്തിയോടുകൂടി ഞാൻ എനിക്ക് മരണത്തിനെ കൈവരിക്കാമല്ലോ എന്ന് വളരെ സാവധാനം മറുപടി പറഞ്ഞു. അത് ഏത് കാലഘട്ടത്തിലും എപ്പോഴും പുതിയ അറിവ് നേടുന്നതിന് എപ്പോഴും നമ്മുടെ മുൻ നിരയിൽ ആയിരിക്കണം എന്ന് കവി ഇവിടെ സൂചിപ്പിക്കും. ഷീല മാം. തിരുക്കുറൾ ഭാഗം 2 അധികാരം 40 കൽവി വിദ്യ. തമിഴ് വേദഗ്രന്ഥമായ തിരുക്കുറളിന്റെ കാവ്യഭംഗി, മൗലികത, സാർവജനകീയത, സാർവകാലിക പ്രസക്തി, സരളത, ഗഹനത എന്നിവയ്ക്കൊപ്പം നിൽക്കാൻ വിരളമായ കൃതികളേയുള്ളൂ. കുറൾ 395. ഉടയ്യാർ മുൻ ഇല്ലാർ പോൽ ഏക്കറ്റും കറ്റാർ കടയ്യാരെ കല്ലാതവർ ഉള്ളോർ മുമ്പേഴ പോൽ കുമ്പിടും വിദ്യ നേടുന്നോൻ മഹാൻ ഹീനൻ അന്യൻ. ഉള്ളോർ മുമ്പേഴ പോൽ കുമ്പിടും വിദ്യ നേടുന്നോൻ മഹാൻ ഹീനൻ അന്യൻ. അതെ, സമ്പത്തുള്ളവന്റെ മുന്നിൽ എപ്രകാരമാണോ പാവപ്പെട്ടവൻ, ദരിദ്രൻ എന്തെങ്കിലും സഹായം ലഭിക്കുന്നതിനായി എത്ര കണ്ട് നാണം കെട്ട് കുമ്പിട്ട് നിൽക്കുമോ, കാര്യം സാധിച്ചെടുക്കാൻ ശ്രമിക്കുമോ, അതുപോലെയാകണം വിദ്യ കാക്ഷിക്കുന്നവർ ചെയ്യേണ്ടത്. ഏതൊരു അധ്യാപകനിൽ നിന്നും ആചാര്യന്മാരിൽ നിന്നും വിദ്യ സ്വായത്തമാക്കാൻ ശ്രമിക്കുന്നുവോ അവന് ജ്ഞാനമാകുന്ന ധനം ലഭിക്കുന്നു. ഇവിടെ ജ്ഞാനം ലഭിക്കുന്നതിലൂടെ ആ ധനവാൻ ആകാനായി ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഇല്ല. ജ്ഞാനം എന്നത് സത്യയും മിഥ്യയും പോലെയാണ്. സത്യമായ വിദ്യ കൈവശമുള്ളവനെ സംബന്ധിച്ചിടത്തോളം വിശ്വം കൈക്കുമ്പിളിലാണ്. അതുപോലെ മിഥ്യയായ അഭിമാനം തലയിലേറ്റ് നടക്കുന്നത് കൊണ്ട് എന്ത് നേട്ടം? കൂട്ടത്തിൽ അഭിപ്രായമില്ലാത്തവനെ ആര് പരിഗണിക്കും? അവരെത്ര തന്നെ ദ്രവ്യങ്ങൾ കൂട്ടിയിരുന്നാലും ദരിദ്രർ തന്നെ, എക്കാലവും പാമരൻ തന്നെ. അവരുടെ ഈ മിഥ്യയായ അഭിമാനം അങ്ങേയറ്റം അപമാനകരം തന്നെ. അവർ തീർച്ചയായും സ്വന്തം മനസ്സിനെ ആഗ്രഹങ്ങളെ ഹനിക്കുന്ന ഹീനന്മാർ തന്നെ. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗുരുവായിരുന്നു ചിന്തകനും പണ്ഡിതനുമായിരുന്ന അരിസ്റ്റോട്ടിൽ. ഒരിക്കൽ അലക്സാണ്ടറോട് ഗുരു പറഞ്ഞു, നിന്റെ വിദ്യാഭ്യാസ കാലത്ത് നീ അടിമയെ പോലെ കഴിഞ്ഞാൽ ശിഷ്ടകാലം നീ യജമാനനായി കഴിയും. മറിച്ച് വിദ്യാഭ്യാസ കാലത്ത് നീ സ്വതന്ത്രനും യജമാനനും ആകുന്നുവെങ്കിൽ ശിഷ്ടകാലം നീ അടിമ തന്നെ. എത്ര സത്യമാണിത്! വിദ്യാഭ്യാസ കാലത്ത് ഗുരുക്കന്മാരും മാതാപിതാക്കളും
കുഞ്ഞുങ്ങളെ നിയന്ത്രണത്തിന് വിധേയരാക്കുന്നു. അതവരുടെ ഉന്നമനത്തിനായിരുന്നുവെന്ന് പിൽക്കാലത്ത് അവർ മനസ്സിലാക്കുന്നു. നമുക്കിവിടെ ഹരിവംശ പർവ്വത്തിലെ 34-ാം അധ്യായത്തിൽ പറയുന്ന ദേവസ്രോതസിന്റെ പുത്രനായ ഏകലവ്യനെ കുറിച്ച്, വിദ്യാഭ്യാസത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഓർക്കാതെ പോകാൻ കഴിയില്ല.